എല്ലാരും അടിച്ചു കയറി വാ. പൊന്നപ്പച്ചേട്ടാ എല്ലാരെയും വിളിച്ചോ. ഇന്ന് എന്റെ വക മേളക്കാരെയും വിളിച്ചോ. ഒന്ന് കൊഴുക്കട്ടെ. ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. OTT-യിൽ കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. OTT കാണാൻ റിയാസ് ഖാന്റെ പോർഷനാണ് OTT-യിൽ കാണാമെന്ന് പറഞ്ഞത്. എവിടെ റിയാസ് ഖാൻ ബ്രൂട്ടൽ സീൻ ചെയ്തിട്ടില്ല, പക്ഷെ റിയാസ് ഖാൻ ചെയ്ത ക്യാരക്ടർ നല്ല ക്യാരക്ടറായിരുന്നു. പിന്നെ സിനിമയുടെ ഓളത്തിനനുസരിച്ചിട്ട് ഡയറക്ടറിന്റെ അവരുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് അത് മാറ്റിയത്. ഒരു എഡിറ്റിംഗ് നടന്നു എന്നുള്ളത് സത്യമാണ്. 13ാമത്തെ റീല് വേണ്ടാന്ന് തോന്നി. ഭയങ്കര ലാഗ്, മനസ്സിലായില്ല? അതായത് ഭയങ്കര അഴിച്ചിൽ. എൻ്റെ മാത്രമൊന്നുമല്ല, ഉണ്ണിയുടെ എൻ്റെയും ഒരു വലിയ ഭാഗം ഉണ്ണി വേറൊരു മേക്ക് ഓവറിലാണ് പുള്ളി ചെയ്തുള്ളത്. ഇതൊക്കെ എങ്ങനാടാ? നമ്മൾ കുറെ ആഗ്രഹിക്കും, ചിലത് കിട്ടും, ചിലത് കിട്ടുകയില്ല. കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരിക്കലും കിട്ടുകയില്ല. സോ അത് മൊത്തം ഇല്ല, അത് ടോട്ടലി ഇല്ല. ആ ടോട്ടലി ഇല്ലാത്തപ്പോൾ അതിലായിരുന്നു ഞാൻ മെയിനായിട്ട്. എന്തായിരുന്നു എന്റെ വേഷത്തിന്റെ പേര്? കോമാളി, വിദൂഷകൻ, അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പടത്തിൽ ഞാനുണ്ട്, പക്ഷെ ഇല്ല. അത് തമിഴിലൊരു കോമഡി ഉണ്ട്, ഇറുക്ക് ആണാ ഇല്ല. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. OTT-യിൽ ചിത്രം വന്നപ്പോൾ റിയാസ് ഖാനെ കണ്ടതുമില്ല. നമ്മൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള സമയത്ത് മനസ്സ് പതറാണ്ടിരിക്കുക. മാർക്കോ ഇടിച്ചു പഞ്ഞിക്കിടുന്ന പോലീസുകാരൻ, ഇതായിരുന്നു പ്രേക്ഷകർ കാത്തിരുന്ന ഭാഗം. OTT-യിലില്ലെന്ന വിഷമം ഇനി വേണ്ട. റിയാസ് ഖാന്റെ രംഗങ്ങൾ ഇതാ. മാർക്കോ ഡിലീറ്റ് സീൻ പുറത്ത്. എന്താ പിടിക്കണോന്ന് പിടിച്ചോളെ. ഏതായാലും വേഷം കെട്ടി, എന്നാ വല്ല കൊള്ളാവുന്ന വേഷം കെട്ടാൻ വയ്യായിരുന്നു. തെറ്റെന്റെ ഭാഗത്താ. സത്യാവസ്ഥ മീനാക്ഷി പറഞ്ഞപ്പോൾ അറിഞ്ഞത്. അങ്ങനെ ഈ റോളും നഷ്ടമായി. കടം വീട്ടി കൈകോർത്ത് വന്നവനും നിന്നവനും ഒന്നായപ്പോ ഒരു കാര്യം ഉറപ്പ്, ഞാൻ തന്നെ വില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.